വിളിക്കാൻ അറിയത്തില്ല. താഴെ ഇറങ്ങി വന്ന് ചായ കുടിച്ച് തിരിച്ച് ഞാനിങ്ങോട്ട് എനിക്ക് ആ വാശിക്ക് ഇവന് വിടത്തില്ല. തിരിച്ച് ഞാനിങ്ങോട്ട് കയറാൻ തുടങ്ങി തലയിറങ്ങി പോയി. ഇവരെന്നെ കൂടെ കിടത്തി. ഇവർ പറഞ്ഞൊരു 10-15 മിനിറ്റ് എനിക്ക് ബോധമില്ലായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ അയ്യോ എന്ന് പറഞ്ഞ് ചങ്ങത്ത് തിരുമ്പുന്നതും നിലവിളിയൊക്കെ കേട്ട് എന്തോ കണ്ണു തുറന്നപ്പോഴാണ് ബോധം വെച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ബയോചാറ്റിൻ്റെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഇണങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിൽ പോകാൻ ദേഹത്ത് വന്ന് എനിക്ക് തിരിച്ച എൻ്റെ സ്നേഹത്തോടുകൂടി നക്കാനായിട്ട് അത്ര സ്നേഹമുള്ള വിഷയമാണ്. നിങ്ങളെ കാണിക്കാനായിട്ട് ഒരാടെ ഞാൻ കൂടെ കാണിക്കുകയും ചെയ്യാൻ കുത്താത്ത രീതിയിൽ. അതും കുഴപ്പമില്ല. ചോദ്യോത്തരമുള്ള ചോദ്യം കൊച്ചമ്മയുടെ ഒരു ആൻസർ. വേറെ ചോദ്യങ്ങളുള്ളവർ ദയവായി ചോദിക്കുക, അതിന് ഉത്തരം തരുന്നതാണ്. ഞാനല്ല, അച്ചാച്ചൻ ഉത്തരം തരാം കേട്ടോ. അടുത്ത മൃഗത്തിനെ കൊണ്ടുവരാൻ പോയിരിക്കുന്നതായിരിക്കണം. നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നല്ല പട്ടികളും പൂച്ചകളും ഒക്കെ രോഗങ്ങൾ വന്നാൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് ഗവൺമെന്റ് ഡോക്ടറാണോ? നിങ്ങളെ വിചാരിച്ചോളുക ഈ തേനീച്ച കുത്തുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കൊണ്ടുവരും അവിടെ നിങ്ങളെല്ലാവരെയും. അതുപോലെ ഇതിനകത്ത് റാണി കാണും, വേറെ ഈച്ച കാണും, ഏത് തരത്തിലുള്ള മുട്ടകളുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലും പറഞ്ഞുതരാം. എൻ്റെ ദേഹത്ത് മുട്ടിക്കാം, ഉമ്മ കൊടുക്കാൻ എവിടെ വേണേലും എന്ത് വേണേലും ചെയ്യാം. ആരെയും വേണേലും ഇതിനെല്ലാം കഴിക്കാതെ പിടിക്കാം. ഇവരാരെയും ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അത് കുത്താത്ത അല്ല, അത് നമ്മൾ ആക്കി തീർക്കുന്നതാണ് കുത്താത്തത്. ഇതിലെ രസകരമായ വേറൊരു സംഭവം ഞാൻ നേരിട്ട് കണ്ടത്, SKG വെച്ച് ഒരു തേനീച്ച കൂട് യാദൃശ്ചികമായിട്ട് കണ്ടിട്ട് ആ റാണിയെ എടുത്ത് അച്ചാച്ചന്റെ താടിയിലേക്ക് വെച്ചിട്ട് ഇത് താടിയില് നമ്മുടെ ബേഡ് പോലെ, അതായത് താടി രോമം പോലെ തേനീച്ചകൾ മുഴുവൻ മുഖത്തിരുത്തിക്കൊണ്ട് അച്ചാച്ചൻ വീട്ടിൽ വന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തേനീച്ചയുടെ റാണിയെ എടുത്ത് താടി വെച്ചു, ബാക്കി തേനീച്ചകളെല്ലാം കൂട്ടത്തിൽ താടിയിൽ കയറിയിരുന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ ചുറ്റും പറന്ന് നടന്നുകൊണ്ട് അച്ചാച്ചൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്നു. അതുപോലെ കോളേജിൽ CMS കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അണ്ണാനെ പോക്കറ്റിലിട്ടുകൊണ്ട് കോളേജിൽ പോവുക, കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ അണ്ണാൻ പോക്കറ്റിൽ തന്നെ കാണും. ചിലപ്പോൾ ഇടയ്ക്ക് പുറത്ത് ചാടി അവിടെ ഇവിടെയൊക്കെ ചാടി വെച്ച് തിരിച്ചു വന്ന് വീണ്ടും പോക്കറ്റിൽ കയറും. അങ്ങനെ അണ്ണാനെയും കൊണ്ട് CMS കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ട് അച്ചാച്ചൻ. വേറെ ഷാഹബാദിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ 2 തത്ത ഉണ്ടായിരുന്നു. അച്ചാച്ചൻ ഫാക്ടറിയിലേക്ക് പോകുന്ന അന്ന് സൈക്കിളിലായിട്ട് ഈ 2 തത്തയെയും ഈ സൈക്കിൾ ഹാൻഡിലിൽ ഇരുത്തിക്കൊണ്ട് സിമെന്റ് ഫാക്ടറി പോകും. ഫാക്ടറി ചെന്നിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞാൽ തത്ത തിരിച്ച് വീട്ടിൽ വരും. എപ്പോഴാണ് അച്ചാച്ചൻ തിരിച്ചു വരുന്നത് അതിനൊരാൾ ഊഹമുള്ളപ്പോൾ പറന്ന് നോക്കും, അവിടെ ഉണ്ടെങ്കിൽ തിരിച്ചു പോയി ആ സൈക്കിളിൽ കയറിയിരിക്കും, തിരിച്ചു വീട്ടിൽ വരും. ഇങ്ങനെ മൃഗങ്ങൾ പലതും അച്ചാച്ചന്റെ ട്രെയിനിങ് അനുസരിച്ച് അല്ലെങ്കിൽ അച്ചാച്ചന്റെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒത്തിരി